ഇന്ന് ചൈന നേരിടുന്നത് സാധാരണമായ ഒരു പ്രതിസന്ധിയല്ല. ജനനിരക്ക് കുത്തനെ ഇടിയുന്നു, അതേസമയം മരണനിരക്ക് വർദ്ധിക്കുകയാണ്. ചൈനീസ് യുവതലമുറ വിവാഹത്തോടും മാതാപിതാക്കളാകുന്നതിനോടും വലിയ താല്പര്യമില്ലാത്ത അവസ്ഥയിൽ. ഫലമോ 2025 ചൈനയിലെ ജനനിരക്ക് എത്തിയത് 1949 നിലയിലേക്ക്. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം ചൈനീസ് ജനസംഖ്യയിൽ 34 ലക്ഷം പേരുടെ കുറവ്. ജനനം കുറയുന്നു, മരണം കൂടുന്നു. ഇതാണ് പ്രധാന കാരണം. ഓരോ വർഷം പിന്നിടുമ്പോഴും ചൈനയിൽ പ്രായമായവരുടെ എണ്ണം കൂടുകയാണ്. പണിയെടുക്കാൻ കഴിയുന്ന ജനസംഖ്യ കുറയുമ്പോൾ ലോകത്തിലെ സാമ്പത്തിക ശക്തിയായ ചൈനയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാകും. കാര്യഗൗരവം ഭരണകൂടം തിരിച്ചറിഞ്ഞത് വൈകിയാണ്. ജനനിയന്ത്രണത്തിന് പരിശ്രമിച്ച കാലം പോയി. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ റിസൾട്ട് നിരാശാജനകമാണ്. 2024 ചൈനയിൽ ജനിച്ചത് 95.4 ലക്ഷം കുട്ടികൾ 2025 വന്നപ്പോൾ 79.2 ലക്ഷം കുട്ടികളായി ചുരുങ്ങി. ജനന നിരക്കിലെ ഇടിവ് 17%. അതേസമയം മരണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം മരിച്ചത് 113 ലക്ഷം പേരാണ്. 2024 ഇത് 109 ലക്ഷമായിരുന്നു. ഉപഭോഗം കുറയുന്നതിനൊപ്പം ആളുകളുടെ വാങ്ങൽ ശേഷി ഇടിയുകയും ചെയ്യുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിന്ന ചൈനയിൽ ഒരു പോളിസി സ്വീകരിക്കുന്നതിൽ ഭരണകൂടത്തിന് പിഴച്ചു പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം കമന്റ് ചെയ്യൂ.